ഹലോ ഗൈസ്, എൻ്റെ പേര് ഡോട്ട്. 2026 എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് കേട്ടിട്ടില്ലേ? അപ്പം അതിനെപ്പറ്റി നിങ്ങൾക്ക് കുറച്ച് പോയിന്റുകൾ തരാമെന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. ആക്ച്വലി എക്സ്പ്ലനേഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 മിനിറ്റിനുള്ളിൽ ഈ ഒരു വീഡിയോ തീർക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഷോർട്സിന് 3 മിനിറ്റ്സ് ആണ് അനുവദിച്ച് തന്നിട്ടുള്ളത് യൂട്യൂബിൽ. ഇപ്പം ഒന്നാമത്തെ കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സുകളാണ്. നമുക്ക് വേഗം ഞാൻ പറയാം. നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, സ്നാപ്ചാറ്റ്, യൂട്യൂബ് ഇതിലെല്ലാം നമുക്ക് കമന്റ് ഇടാൻ പറ്റും. സോ നമുക്ക് നമ്മൾ ഒരാളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള അഭിപ്രായം എഴുതാനുള്ള ഒരു ബോക്സ് ആണത്. പക്ഷെ ആ അഭിപ്രായം വളരെ മാന്യതയുള്ളതാണെങ്കിൽ എത്ര നന്നായിരിക്കും അല്ലേ? കഴിഞ്ഞ കുറെ വർഷങ്ങളിലായിട്ട് നമ്മുടെയൊക്കെ കമന്റ് മൂലം ഇന്ന് ഈ 2026 പലരും ഇല്ല. അതിനൊക്കെ കാരണം നമ്മളാണ്. ആർക്കറിയാം നമ്മുടെയൊക്കെ ഏതെങ്കിലും കമന്റ് അതിൽ ഉണ്ടോന്ന് അല്ലേ? സോ നമുക്ക് അവിടെ ഒരു തിരുത്തലാവാം. മറ്റൊന്നാണ്, ഓക്കെ, അത് ഒരു ഏരിയ പോട്ടെ. അതും നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുക. വേറൊന്നാണ് ഷുഗർ കട്ട്. അതെങ്ങനെയുണ്ട്? ഷുഗർ മധുരം ഇഷ്ടമുള്ളവരൊക്കെയാണോ നിങ്ങൾ? സോ നമുക്ക് മധുരം കട്ട് ചെയ്യാം. എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു കാര്യമാണത്. പിന്നെ നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം, എക്സസൈസുകൾ തുടങ്ങാം. യൂട്യൂബിലൊക്കെ ഇതിനൊക്കെ ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് പഠിക്കാം. ഫോർ എക്സാമ്പിൾ ഓടക്കുഴൽ. അതിനൊന്നും വലിയ വിലയൊന്നും ആകത്തില്ല. കൂടിപ്പോയി ഒരു 50 രൂപ, അല്ലെങ്കിൽ 80 രൂപ, 100 രൂപ ഇതൊക്കെ കൊടുത്ത് ഓരോ ഓടക്കുഴലൊക്കെ കിട്ടും. ഓടക്കുഴൽ, ഗിത്താർ, അങ്ങനെ ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ഇൻസ്ട്രുമെന്റ് ആയിട്ട് തന്നെ വാങ്ങാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ പ്ലേ സ്റ്റോറിലൊക്കെ പല ആപ്പുകളൊക്കെ ഉണ്ട്. സോ നമുക്ക് ആ ആപ്പുകൾ യൂസ് ചെയ്യാം. പിയാനോ ഒക്കെ ആപ്പ് വഴിയൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ കഴിയും. ആൻഡ് ഫാസ്റ്റ് ഫുഡ് അവോയ്ഡ് ചെയ്യാം. പിന്നെ മറ്റൊന്നാണ്, പുതിയ പുതിയ ഭാഷകൾ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ സ്പാനിഷ്, കുറച്ചും കൂടെ പോട്ടെ, ഫ്രഞ്ച്, അങ്ങനെയൊക്കെയുള്ള, അതായത് ലൈക്ക് ഹിന്ദിയൊക്കെ നമുക്കറിയാം. നമുക്ക് അത് പഠിക്കാനുള്ളൊക്കെ ഒരു ചാൻസ് ഉണ്ട്. ഞാനൊരു പ്ലാറ്റ്ഫോം പറഞ്ഞു തരാം. ഡിലിംഗോ എന്ന ആപ്പ് നല്ലൊരു ആപ്പാണ്. ഞാൻ അതിൽ സ്പാനിഷ് ഒക്കെ കുറെ ട്രൈ ചെയ്തായിരുന്നു. നല്ലൊരു തീരുമാനമായിരിക്കും നമ്മൾ കഴിച്ച ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെക്കുക എന്നുള്ളത്. നമുക്കതൊന്ന് കഴുകി വെക്കാം. ഇനി നമ്മൾ ആർക്കെങ്കിലും വിളമ്പി കൊടുത്തിട്ടില്ലേ, നമുക്കൊന്ന് വിളമ്പി കൊടുക്കാം. നമുക്ക് ഒരു ഫുഡ് പോലും ഉണ്ടാക്കാൻ അറിയത്തില്ലേ, നമുക്കത് പഠിക്കാന്നേ. മറ്റൊന്നാണ്, നിങ്ങൾ നിങ്ങളുടെ തുണി വാഷ് ചെയ്യാറില്ലേ? എങ്കിൽ അതൊന്ന് വാഷ് ചെയ്ത് നോക്കാം. അലമാരയിൽ അതൊന്ന് മടക്കി വെക്കാറില്ലേ? എങ്കിൽ അതൊക്കെ ഒന്ന് വെക്കാം. തേക്കാറില്ലേ? അതായത് ഇസ്തിരി കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അത് ഇടാറില്ല? എങ്കിൽ നമുക്കത് ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഉറക്കം. യെസ്, അത് നമുക്ക് വളരെ ആവശ്യമാണ്. ഇനി മറ്റനേകം ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഞാൻ കുറച്ച് മാത്രമാണ് പറഞ്ഞത്. ബൈ.